നമ്മളെ പ്രായത്തിലുള്ളതും നമ്മളെക്കാൾ ചെറുതായിട്ടുള്ള ഒരുപാട് കുട്ടികൾ അവിടെ വർക്ക് ചെയ്യുന്നത് കണ്ടപ്പം എനിക്കും എന്തുകൊണ്ട് ഒരു എക്സാം എഴുതിക്കൂടാ എന്നുള്ളൊരു ചിന്ത വന്നു. നമ്മുടെ കഷ്ടപ്പാട് അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ കിട്ടണം എന്ന് ഒരുപാട് നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കും വളരെയധികം സന്തോഷമായി, എനിക്ക് സന്തോഷമായി. ഹായ്, ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത് മലപ്പുറം LDCയിൽ 23ാം റാങ്ക് നേടിയിട്ടുള്ള അപർണയാണ്. അപർണ, ആദ്യം തന്നെ വലിയൊരു കൺഗ്രാറ്റ്സ്. നമ്മുടെ ഈ ഒരു സീരീസിൽ സരിത, അതുപോലെ തന്നെ ജോത്സ്ന, ആ ഒരു ഗ്യാങ്ങിലെ മറ്റൊരു മെമ്പറാണ് അപർണ എന്ന് പറയുന്നത്. അപ്പോൾ അവർ 3 പേരും നല്ലൊരു റാങ്ക് തന്നെയാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. 23ാം റാങ്കാണ് അപർണ സ്വന്തമാക്കിയത്. ജോത്സ്ന 31ാം റാങ്ക്, അതുപോലെ തന്നെ സരിത 34ാം റാങ്ക്. ആ ഒരു ഫ്രണ്ട് സർക്കിളിലെ 3 പേരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു. അവരുടെ ആ ഒരു അനിവാര്യത, ജോലിയുടെ ഒരു അനിവാര്യത അത്രത്തോളമായിരുന്നു. അവർ 3 പേരും ആ ഒരു ആദ്യ 50-ൽ തന്നെ എത്താൻ സാധിച്ചു എന്നത് എയ്സിനെ സംബന്ധിച്ചും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപർണ, എങ്ങനെയായിരുന്നു ഈ ഒരു PSC പ്രിപ്പറേഷൻ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഞാൻ ടെക്നിക്കൽ അസിസ്റ്റൻ്റായിട്ട് തിരൂരങ്ങാടി താലൂക്ക് ഓഫീസിൽ 2 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഗവൺമെൻറ് എംപ്ലോയീസിനുള്ളൊരു സ്വീകാര്യതയെക്കുറിച്ച് അവിടെ പോയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെയുള്ള സാറുമാരും എല്ലാം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. സ്ഥിരമായിട്ടുള്ളൊരു ജോലി വാങ്ങണം അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. അപ്പം നമ്മളെ പ്രായത്തിലുള്ളതും നമ്മളെക്കാൾ ചെറുതായിട്ടുള്ള ഒരുപാട് കുട്ടികൾ അവിടെ വർക്ക് ചെയ്യുന്നത് കണ്ടപ്പം എനിക്കും എന്തുകൊണ്ട് ഒരു എക്സാം എഴുതിക്കൂടാ എന്നുള്ളൊരു ചിന്ത വന്നു. പിന്നെ വീട്ടിലും വളരെയധികം പ്രോത്സാഹനമായിരുന്നു. അങ്ങനെയാണ് അവിടെ ഒഴിവ് സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചു തുടങ്ങി. അങ്ങനെ ഒരുവിധം SCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഞാൻ തന്നെ അവിടെ ഇരുന്ന് നോട്ടൊക്കെ ഉണ്ടാക്കി ഫ്രീ ടൈമിൽ ജോലിക്കിടയ്ക്ക്. അങ്ങനെയാണ് PSCയിലേക്ക് തുടക്കം കുറിച്ചത്. ഈ ഒരു LDC പരീക്ഷ എന്ന് പറയുന്നത് അപർണയുടെ ലൈഫിൽ ആദ്യത്തെ PSC പരീക്ഷയായിരുന്നു. അതിന് മുൻപ് എക്സാം എഴുതിയിരുന്നു. അതുപോലെ തന്നെ എയ്സിലാണ് പഠിച്ചത്. എയ്സിൽ വന്നതിന് ശേഷം ആ ഒരു പഠനത്തിലുള്ള മാറ്റം എങ്ങനെയായിരുന്നു? PSC എക്സാം മുൻപും എഴുതിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും പ്രിപ്പയർ ചെയ്തിട്ട് എഴുതിയതല്ലായിരുന്നു. പിന്നെ LDCയുടെ നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ 1 വർഷം മുന്നേ, അതായത് എക്സാമിന് 1 വർഷം മുന്നേ ഉള്ള ജോലി റിസൈൻ ചെയ്തു. അതായത് എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യം വന്നപ്പോൾ ഉള്ള ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, എയ്സിലേക്ക് ഏത് കോച്ചിങ് സെൻറ്റർ ചൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചത് തന്നെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞു. അവിടെ വർക്ക് ചെയ്യുന്ന കുറേ ആളുകൾ പറഞ്ഞു എയ്സിൽ പൊക്കോ. അങ്ങനെയാണ് എയ്സ് ചൂസ് ചെയ്തത്. അപ്പോൾ എയ്സിൽ വന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ നല്ല ഒരു കമ്പൈൻ സ്റ്റഡി ഗ്യാങ്ങിനെ കിട്ടി. അങ്ങനെയാണ് പഠനം സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമൊക്കെ എയ്സിലെ എക്സാമുകളൊക്കെ എഴുതുമ്പോൾ വളരെ കുറവ് മാർക്കും ഒരുപാട് നെഗറ്റീവ്സും വന്നിരുന്നു. നല്ല നെഗറ്റീവ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ക്രമേണ ഇവിടെ ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പറ്റുന്നത്ര നന്നായിട്ട് ആ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീം ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ എക്സാമുകൾ എഴുതും. ഞങ്ങൾക്കിടയിൽ തന്നെ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആര് ഫസ്റ്റ് വാങ്ങും, ഒരാൾ ടോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അയാളെ തോൽപ്പിക്കണം അടുത്ത പ്രാവശ്യം എന്നുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എക്സാമുകൾ എഴുതിയത്. പിന്നെ അവസാനത്തെ ഒരു ലാപ്പൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള മാർക്ക് കിട്ടാൻ തുടങ്ങി. നെഗറ്റീവ്സും നല്ല രീതിയിൽ കുറയാൻ തുടങ്ങി. അതാണ് എയ്സ്. പിന്നെ ഇവിടുത്തെ ലൈബ്രറി അതുപോലെ തന്നെ റീഡിങ് ഫെസിലിറ്റിയും വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നെഗറ്റീവ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഫേസ് ചെയ്യുന്ന ഒരു വർഷമാണ്. ഒരുപാട് നെഗറ്റീവ്സ് നമുക്ക് പരീക്ഷയ്ക്ക് സംഭവിക്കുന്നു. സ്വാഭാവികമായിട്ടും അപർണയ്ക്കും ഈ ഒരു മിസ്റ്റേക്ക് ആദ്യ കാലഘട്ടത്തിൽ ഫേസ് ചെയ്തൊരു പ്രശ്നം തന്നെയാണ്. പിന്നീട് എങ്ങനെയാണ് അത് കുറച്ചു കൊണ്ടുവന്നത്? നല്ല രീതിയിൽ എക്സാം എഴുതുക. ഒരു ദിവസം ഒരു എക്സാം എന്നുള്ള രീതിയിലെങ്കിലും ആദ്യമൊക്കെ നമ്മൾ എഴുതുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നെഗറ്റീവ് കുറയ്ക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് എക്സാം എഴുതി നെഗറ്റീവ് കുറയ്ക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. നല്ല രീതിയിൽ എക്സാമുകൾ എഴുതുക, അത്ര ചെയ്യാനുള്ളൂ. അപർണ മാരീഡ് ആണ്. സോ ആ ഒരു മാരീഡ് ലൈഫ് ആണെങ്കിൽ അതിനുശേഷം നമ്മൾ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും. കുഞ്ഞുണ്ടാവും. അപ്പോൾ ആ കുഞ്ഞിനൊരു കെയർ കൊടുക്കേണ്ട ആവശ്യം വരും, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നമ്മുടെ പഠനത്തിന് ചിലപ്പം ഒരു സ്റ്റെക്കായിട്ട് അല്ലെങ്കിൽ ഒരു ബാരിയറായിട്ട് നിന്നിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, കടന്നു പോയിരുന്നോ? അതെങ്ങനെയാണ് പിന്നീട് അതിനെല്ലാം ഓവർകം ചെയ്യാൻ പറ്റിയത്? ഫാമിലി പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല സപ്പോർട്ടാണ്. അത് മദർ ഇൻ ലോ ആയാലും ഹസ്ബൻഡ് ആയാലും ഭയങ്കര സപ്പോർട്ടാണ്. മോൻ ആ സമയത്ത് LKG പഠിക്കുന്ന കുട്ടി. അപ്പോൾ കുട്ടികൾക്ക് അറിയില്ല നമ്മളിത് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്നൊന്നും അറിയില്ല. അവർക്ക് അമ്മമാരുടെ ടൈം വളരെയധികം ആവശ്യം വരും. അപ്പോൾ ആ സമയത്തൊക്കെ ഹസ്ബൻഡും മദർ ഇൻ ലോയാണ് കുട്ടീനെ നല്ല രീതിയിൽ കെയർ ചെയ്തു.
പഠിക്കാൻ വേണ്ടി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അവസാനത്തെ 2 months ഒക്കെ ആയപ്പം എക്സാമിന് അടുത്തപ്പം സ്ഥിരം വരാൻ തുടങ്ങി. ഞായറാഴ്ച പോലും വരും. 6 മണിയൊക്കെ ആകുമ്പോഴേ ഇവിടുന്ന് പോകുള്ളൂ. അങ്ങനത്തെ രീതിയിലേക്കായി പഠനം. അപ്പോൾ വീട്ടുകാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു. അതിലിപ്പോൾ അവസാനം ഫൈനൽ കഴിഞ്ഞപ്പോൾ ആദ്യം എത്താൻ സാധിച്ചത് അപർണക്കാണ്. എന്താണ് ഈ ഒരു എയ്സിൽ അപർണക്ക് തോന്നിയിട്ടുള്ള, അപർണയുടെ ഈ ഒരു 23ാം റാങ്കിൽ അപർണക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ? എയ്സിൽ ഇപ്പോൾ ഒരുപാട് പേര് എക്സാംസ് പറയാറുണ്ട്, ചിലർ റീഡിങ് പറയാറുണ്ട്. അപ്പോൾ അപർണയ്ക്ക് എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ അധ്യാപകരെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ഫെസിലിറ്റി ഏതായിരുന്നു ഏറ്റവും നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്? ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില ടോപ്പിക്സ് ഒന്നും നമുക്ക് തീരെ അറിയാത്തതാണ്. ഈ നിയമങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒട്ടും അറിയാത്ത കാര്യങ്ങളാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് ഒക്കെ. അപ്പോൾ ആ റീജിയൻസിലൊക്കെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഏൺ ചെയ്തെടുക്കുന്നതാണ്, പുതിയ പുതിയ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അതിന് റീഡിങ്ങും മറ്റുമാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപർണയെ സംബന്ധിച്ച് LDCയിൽ നല്ലൊരു റാങ്ക് തന്നെയാണ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന പല എക്സാമുകളും അറ്റൻഡ് ചെയ്യാൻ ഇരിക്കുന്നുണ്ടാവും. ഒരു 10th ലെവൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ അതുകൊണ്ട് തന്നെ ഈ അപർണയുടെ ഓരോ ടോപ്പിക്കിലുള്ള ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? ഇപ്പോൾ പല ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് പലർക്കും ഉണ്ടാവും. ഇപ്പോൾ മാത്സ് ആണെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എങ്ങനെയായിരുന്നു അപർണയുടെ ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്ന ഈ ഒരു റാങ്കിലേക്ക് എത്താൻ? ഡിഗ്രി ലെവൽ റാങ്ക് ഫയലിനെയാണ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തത്. പിന്നെ കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ തന്നെ ഓരോ മന്ത്ലി തന്നെ വായിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കണ്ടൻറ്റുള്ള കറണ്ട് അഫയേഴ്സ് തന്നെയാണ് വായിച്ചത്. പിന്നെ മാത്സ് ഒക്കെ പ്രോബ്ലംസ് ചെയ്ത് നോക്കിയിട്ട് ചെയ്തു. പിന്നെ അതുപോലെ ഇംഗ്ലീഷും മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോക്കി, പിന്നെ അതുപോലെ പുതിയ സംഭവങ്ങളെല്ലാം പഠിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള സബ്ജക്ട്സൊക്കെ ഇവിടുത്തെ ക്ലാസ്സും റീഡിങ്ങും വെച്ചിട്ടാണ് എക്സാമുകളും നല്ല രീതിയിൽ എക്സാമുകളും കണ്ടക്ട് ചെയ്തതുകൊണ്ട് നല്ല പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് കിട്ടി. അതായത് ഓരോന്നിനും പ്രത്യേകമായിട്ട് നമ്മൾ ബുക്കുകൾ പഠിക്കാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിന്നൊക്കെ ആയിരുന്നു ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റി. അപ്പോൾ ഈ ഇത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടുന്ന് തന്നെ അറ്റൻഡ് ചെയ്തപ്പോൾ PSCയുടെ എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എന്തായി റിലാക്സ്ഡായി, അങ്ങനെയാണ് തോന്നിയത്. ഈ ഒരു എക്സാം കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ സ്വാഭാവികം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, നല്ല മാർക്ക് ഉണ്ടാവും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു റാങ്ക് 23ാം റാങ്ക് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അത്രയും ആളുകളിൽ നിന്ന് സോർട്ട് ഔട്ട് ആയിട്ട് 23ാം റാങ്കിലേക്ക് എത്തുവാണ്. സോ ആ ഒരു റാങ്ക് ആദ്യമായിട്ട് ആ ഒരു ലിസ്റ്റ് വന്ന സമയത്ത് ആദ്യമായിട്ടുള്ള ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ആദ്യം ആരെയാണ് ആ ഒരു സന്തോഷം വിളിച്ചറിയിച്ചത്? ആദ്യം മദർ ഇൻ ലോ ആയിരുന്നു. ഞാനും മദർ ഇൻ ലോ ആയിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ മദർ ഇൻ ലോനോട് പറഞ്ഞു, പിന്നെ ഹസ്ബൻഡിനോട് അമ്മേനോടൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്. അവരൊക്കെ ഭയങ്കര ഹാപ്പിയായി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കഷ്ടപ്പാട് അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ കിട്ടണം എന്ന് ഒരുപാട് നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കും വളരെയധികം സന്തോഷമായി, എനിക്കും സന്തോഷമായി. ഇപ്പോൾ PYQസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? ഒരു PSC പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് PYQs എന്ന് പറയുന്നത്. പല ആളുകളും ചിലപ്പം PYQs അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു PYQസിൻ്റെ ഇമ്പോർട്ടൻസ് ഈ പരീക്ഷയിൽ എത്രത്തോളമാണെന്ന് പറയാൻ പറ്റും? മലയാളം, ഇംഗ്ലീഷ്, പിന്നെ മാത്സ്, ഇതിനൊക്കെ നമ്മളെ PYQ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് കറണ്ട് അഫെയർസിൻ്റെ ഇതിലൊക്കെ വരുമ്പം ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കറണ്ട് അഫെയർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, പ്രീവിയസ്ലി എന്തൊക്കെ റിലേറ്റഡ് ടോപ്പിക്സ് എന്നാണ് ചോദിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതനുസരിച്ച് നമുക്ക് കറണ്ട് അഫെയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് തന്നെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതൊക്കെ വളരെയധികം PYQ കൊണ്ട് നമുക്ക് ഹെൽപ്പാവും. സോ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. LDCയിൽ 23ാം റാങ്ക് എന്ന് പറയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. ജീവിതത്തിൽ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് നമുക്ക് കരുതാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി ഏതൊരു എക്സാമാണ്, ഏതൊരു പോസ്റ്റാണ് ആഗ്രഹിക്കുന്നത്? കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. സോ എന്തായാലും ആ പരീക്ഷകളിലും ഇതുപോലെയുള്ള നല്ല റാങ്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.